എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പരിപാടിയിലേക്ക് കടക്കാം. ഇന്ന് 1201 ആണ്ട് വൃശ്ചിക മാസം 27-ാം തീയതി, ഇംഗ്ലീഷ് മാസം 13/12/2025 ശനിയാഴ്ച. ഇന്ന് എല്ലാവർക്കും വളരെ അനുകൂലമായ ചില മാറ്റങ്ങൾ വരുന്ന ഒരു ദിവസമാണ്. മേടക്കൂറിലെ നക്ഷത്രങ്ങൾ പരിശോധിക്കാം. മേടക്കൂറുകാരുടെ ഫലം ഇപ്രകാരമാണ്. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി, ഭരണി, കാർത്തിക, കാലം. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഒരുപാട് മീറ്റിങ്ങുകൾക്കോ അനുകൂലമായ മറുപടിക്കോ ഒക്കെ സാധ്യതയുള്ളൊരു ദിവസമാണ്. സാമ്പത്തികമായി ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾക്ക് ഒരു പരിധിവരെ ആശ്വാസം ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. സന്തോഷകരമായ ചില കാര്യങ്ങളിൽ പങ്കെടുക്കുവാനും സന്തോഷകരമായ ചില തീരുമാനങ്ങൾ എടുക്കുവാനും ഒക്കെ സാധ്യതയുള്ളൊരു ദിവസമാണ്. എന്നാൽ ഉച്ച കഴിഞ്ഞ് ആലസ്യത്തിൻ്റെ ദിവസമാണ്. പല കാര്യങ്ങളും മാറ്റി വയ്ക്കേണ്ടതായി വരുന്നു. ബന്ധുക്കളിൽ ചിലർക്ക് അസ്വസ്ഥതകളോ അസുഖങ്ങളോ കൂടുന്നതനുസരിച്ച് ആശുപത്രി സന്ദർശനത്തിനുമൊക്കെ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അത്ര തന്നെ അനുകൂലമായൊരു ദിവസമായിരിക്കില്ല. ഇന്ന് വളരെ ക്ലേശകരമായ പല അനുഭവങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ശാരീരികമായി അധ്വാനിക്കുന്നവർക്ക് ചില അപകടങ്ങൾക്ക് സാധ്യത കാണുന്നു, വളരെ ശ്രദ്ധിക്കുക. എന്നാൽ IT ഫീൽഡ് ജോലി ചെയ്യുന്നവർക്ക് ഇന്ന് വളരെ ആശ്വാസകരമായ ചില റിപ്പോർട്ടുകൾ കൊടുക്കുവാനോ ഒക്കെ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും. ഇന്ന് അവധി ദിവസമായതുകൊണ്ട് വർക്ക് ഫ്രം ഹോം ചെയ്യുന്ന ആളുകളെക്കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. അതേപോലെ ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഇന്ന് വളരെ ആശ്വാസകരമായ ചില നിമിഷങ്ങൾ വന്നു ചേരാനോ ബന്ധുസമാഗമത്തിനോ ഒക്കെ സാധ്യത കാണുന്നു. അടുത്തതായി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക, മുക്കാല്, രോഹിണി, മകരത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമായിരിക്കും. ശാരീരിക ക്ലേശങ്ങൾക്ക് സാധ്യത കുറഞ്ഞ ഒരു ദിവസമാണെങ്കിലും ഉള്ള അസുഖങ്ങൾ അധികരിക്കാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം. അതേപോലെ ബന്ധുക്കളുമായി കൂടിക്കാഴ്ച നടത്തുവാനും മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുവാനായി തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനും ദൂരയാത്ര, ക്ഷേത്ര ദർശനം ഇതിനൊക്കെ ഒരുങ്ങുവാനുമൊക്കെ നല്ല സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും വിദ്യാഭ്യാസ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കുമൊക്കെ ഇന്ന് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, യൂണിഫോം ഇട്ട തൊഴിൽ ചെയ്യുന്നവർക്കൊക്കെ ഇന്ന് അനുകൂലമായ ദിവസമാണ്. ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഇന്നത്തെ ദിവസം അനുകൂലമായി കാണുന്നു. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ചില മനപ്രയാസങ്ങൾ വന്നു ഭവിക്കാനായിട്ട് സാധ്യതയുണ്ട്. അടുത്തതായി നമുക്ക് മിഥുനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകരത്തര, തിരുവാതിര, പുണർത, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ ആശ്വാസകരമായ പല അനുഭവങ്ങളും ഉണ്ടാകുന്ന ദിവസമാണ്. ബന്ധുസമാഗമത്തിന് സാധ്യതയുള്ള ദിവസമാണ്. സുഹൃത്തുക്കൾ, പിരിഞ്ഞുപോയ സുഹൃത്തുക്കളൊക്കെ വരാനായിട്ട് കണ്ടുമുട്ടുവാനൊക്കെ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. അതേപോലെ എഴുത്തുകുത്തുകളിലൂടെ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുവാനും സാധ്യതയുള്ള ദിവസമാണ്. കവിതാക്കൾക്ക് ഏറ്റവും അനുകൂലമായ ദിവസമായിരിക്കും. വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് വിവാഹത്തിനുള്ള സമ്മതം ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും. ദൂരയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക്, വിദേശ ജോലി അന്വേഷിക്കുന്നവർക്കൊക്കെ ഇന്ന് അനുകൂലമായ മറുപടി ലഭിക്കുന്ന ദിവസമാണ്. എന്നാൽ വീഴ്ച, ഒടിവ്, ചതവ്, മുറിവ് ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതുകൊണ്ടും നട്ടെല്ലിന് ക്ഷതമേൽക്കുവാൻ സാധ്യതയുള്ളതുകൊണ്ടും വളരെ ശ്രദ്ധയോടുകൂടി മുൻപോട്ട് പോവുകയും ഈശ്വര പ്രാർത്ഥനയിൽ മുഴുകുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അടുത്തത് നമുക്ക് കർക്കിടകക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർതം, കാല്, പൂയം, ആയില്യം. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം ചിലവേറിയ ഒരു ദിവസമായിരിക്കും. ഒരുപാട് സ്ഥലങ്ങളിൽ സന്ദർശിക്കേണ്ടതായി വന്നേക്കാം. അതേപോലെ ബന്ധുക്കളെ വിസിറ്റ് ചെയ്യുകയോ ആശുപത്രിയിലേക്ക് സഹായം ചെയ്യുകയോ ഒക്കെ ചെയ്യേണ്ടി വന്നേക്കാം. അതുകൂടാതെ വിവാഹ കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന തീരുമാനം മാറ്റിമറിക്കപ്പെട്ട് മനപ്രയാസത്തിനും ഡിപ്രഷനുമൊക്കെ സാധ്യതയുള്ള ദിവസമാണ്. അനുകൂലമായ കാര്യങ്ങൾ നമുക്ക് ദൈവം തന്നെ കൊണ്ടുതരുന്നതാണ് എന്ന് സമാധാനിച്ച് മുൻപോട്ട് പോകേണ്ടത് വളരെ അത്യാവശ്യമാണ്. യുവാക്കൾ വളരെ ശ്രദ്ധിക്കുക. മറ്റുള്ളവരുടെ വാഹനത്തിൻ്റെ പിന്നിലിരുന്ന് സഞ്ചരിക്കുമ്പോഴും ഹെൽമറ്റ് ഉപയോഗിക്കാതെ ഇരിക്കുമ്പോഴുമൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി വേണം യാത്ര പുറപ്പെടുമ്പോൾ ഹെൽമറ്റ് ധരിക്കുകയും അതേപോലെ വേണ്ട സീറ്റ് ബെൽറ്റ് ഇടുകയും ഒക്കെ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇന്ന് യുവാക്കൾക്ക് അപകട സാധ്യതയുള്ള ദിവസമാണ്. പുറത്ത് പോകേണ്ടത് അത്യാവശ്യമില്ലെങ്കിൽ അതൊഴിവാക്കി വീട്ടിലിരിക്കുന്നത് തന്നെയാണ് വളരെ ഉത്തമമായി കാണുന്നത്.
അടുത്തതായി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ബന്ധുമിത്രാദികളിൽ ചിലർക്ക് ആരോഗ്യപ്രശ്നമായ പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാൻ സാധ്യതയുണ്ട്. ആശുപത്രി സന്ദർശനത്തിന് സാധ്യതയുണ്ട്. ചില അപകട സാധ്യതകളും കാണുന്നുണ്ട്. കയ്യിനോ കാലിനോ ക്ഷതമേൽക്കാനായിട്ട് സാധ്യതയുണ്ട്. അതേപോലെ ഏതെങ്കിലും തരത്തിലുള്ള അഡിക്ഷനുകൾ ഉള്ള ആളുകൾ വളരെ ശ്രദ്ധിക്കുക. ഒന്നിൻ്റെയും അഡിക്ഷൻ നമുക്ക് നല്ലതല്ല. ആ അഡിക്ഷനുകളെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ആഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഇന്നത്തെ ദിവസം ഏതെങ്കിലും അഡിക്ഷനുള്ളവർ അത്തരത്തിലുള്ള മോഹത്തിലേക്ക് പോകുമ്പോൾ, സുഹൃത്തുക്കളുമായി ഇടപെടുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ആപൽക്കരമായൊരു ഘട്ടമുണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. ഇന്നത്തെ ദിവസം പുതിയതായ വൈദ്യസഹായം തേടുന്നത് വളരെയധികം അപകടകരമായൊരു ദിവസമായിരിക്കും. ചിലപ്പോൾ മരുന്നുകൾക്ക് റിയാക്ഷൻ ഉണ്ടാകുവാനും അതുമൂലം ആയുസിന് കോട്ടം തരുവാനോ അല്ലെങ്കിൽ കോട്ടം തട്ടുവാനും ദീർഘനാളുകൾ നമ്മൾ അതിൻ്റെ ദൂഷിത ഫലം അനുഭവിക്കാനുമൊക്കെ സാധ്യത കാണുന്നതുകൊണ്ട് ശ്രദ്ധിക്കുക. ബിസിനസ്സുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ തിരക്കുള്ളതും വളരെ അനുകൂലമായിരിക്കും. സാമ്പത്തികമായി നല്ല നേട്ടം വരുന്ന ഒരു ദിവസമാണ്. പാനീയങ്ങൾ കച്ചവടം ചെയ്യുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായ ദിവസമാണ്. മൊത്തത്തിൽ എല്ലാ ബിസിനസ്സുകാർക്കും ഇന്നത്തെ ദിവസം വളരെ നല്ല ദിവസമായി കാണുന്നു. കയറ്റുമതി ഇറക്കുമതി ചെയ്യുന്ന ആളുകൾക്ക് വളരെ അനുകൂലമായ ദിവസമായിരിക്കും. മലഞ്ചരക്ക് വ്യാപാരികൾക്കും ഇന്നത്തെ ദിവസം വളരെ പ്രതീക്ഷ ഉണർത്തുന്ന ചില അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അടുത്തതായി നമുക്ക് കന്നിക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ്. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രമുക്കാല്, അത്തം, ചിത്തിരേര. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം അത്ര തന്നെ മെച്ചപ്പെട്ട ഒരു ദിവസമായിരിക്കില്ല. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം പ്രതീക്ഷകൾ കൈവരുന്നതാണ്. ബന്ധുക്കളിൽ ചിലർക്ക് ആപത്തുകളോ മനസ്സമാധാനമില്ലായ്കയോ ഒക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. ചില കലഹങ്ങൾക്കും സാധ്യത ഉള്ളതുകൊണ്ട് വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുകയും ആത്മസംയമനം പാലിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. നടുവിന് ക്ഷതമേക്കുന്ന രീതിയിലുള്ള ചില പ്രശ്നങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. കൃത്യമായി മരുന്ന് കഴിക്കുന്ന ഹൃദ്രോഗമുള്ളവർ മറക്കാതെ മരുന്ന് കഴിക്കുവാൻ തീർച്ചയായും ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. കായികമായ രംഗത്ത് ഏർപ്പെട്ടിരിക്കുന്നവർക്ക്, സെലക്ഷനുകൾ വേണ്ടി പരിശ്രമിക്കുന്നവർക്ക്, ട്രെയിനികൾക്കൊന്നും ഇന്നത്തെ ദിവസം അനുകൂലമായിരിക്കുകയില്ല. ഇന്ന് വളരെ മിസ്റ്റേക്കുകൾ പറ്റുന്ന ഒരു ദിവസമായിരിക്കും. അതേപോലെ എല്ലാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഇതേപോലെയുള്ള അനുഭവങ്ങളാണ് കാണുന്നത്. സാമ്പത്തികമായ കാര്യങ്ങളിൽ ചില അനുകൂലമായ സാഹചര്യങ്ങൾ തെളിഞ്ഞു വന്നേക്കാം. സുഹൃത്തുക്കൾക്ക് വളരെ നല്ല ഒരു ഭാഗ്യം വരുന്നത് കണ്ട് സന്തോഷിക്കുവാനും സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് തുലാക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിര, ചോതി, വിശാഖ, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ ആശ്വാസപ്രദമായ ചില അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. വിവാഹ കാര്യങ്ങൾ മാറിപ്പോയേക്കാൻ സാധ്യത ഉണ്ടായിരുന്ന സാഹചര്യമൊക്കെ മാറി അല്പം തെളിച്ചം വരുന്ന ഒരു ദിവസമായിരിക്കും. കമിതാക്കൾക്ക് പ്രതികൂലമായൊരു ദിവസമായിരിക്കും ഇന്നത്തെ ദിവസം. അതേപോലെ ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ചില വിപരീതമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതേപോലെ വിദേശത്തേക്ക് യാത്ര ഒരുങ്ങുന്നവർക്ക്, ജോലി അന്വേഷിക്കുന്നവർക്കൊക്കെ വിപരീതമായ ഫലമാണ് ലഭിക്കുക. ശാരീരികമായ ക്ലേശങ്ങൾ അധികരിക്കുന്ന മൂലം പല നല്ല കാര്യങ്ങളും മാറ്റിവെക്കേണ്ടതായിട്ട് വന്നേക്കാം. ഉന്നതമായ പഠനത്തിനോ അതിൻ്റെ ടെസ്റ്റുകൾക്കൊക്കെ ഒരുങ്ങുന്നവർക്ക് ഇന്നത്തെ ദിവസം ചില തടസ്സങ്ങളും ആത്മധൈര്യക്കുറവുമൊക്കെ തോന്നാനായിട്ട് സാധ്യതയുണ്ട്. നമ്മൾ എപ്പോഴും ആത്മധൈര്യം വീണ്ടെടുക്കാൻ ശ്രദ്ധിക്കുക. എന്തു വന്നാലും ഒരു പരിധിവരെ അല്ലേ വരൂ എന്നുള്ള ഒരു തീരുമാനത്തിൽ മനസ്സിനെ എത്തിക്കുക, മനസ്സിനെ നിയന്ത്രിക്കുക, മനസ്സിന് ബലം കൊടുക്കുക. അത്തരത്തിലുള്ള ഒരു ജീവിതം മാത്രമാണ് നമുക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ ഈ ഭൂമിയിൽ സാധ്യമാവുകയുള്ളൂ. മാനസികമായ ബലം നമ്മൾ തന്നെ കൊടുക്കുക. വരുന്നതെല്ലാം കർമ്മഫലം എന്ന കണക്കിൽ എഴുതി തള്ളി ഇനി എനിക്ക് നല്ലത് വരുന്നുള്ള വിശ്വാസത്തോടു കൂടി മുൻപോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ്. അടുത്തതായി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമായിരിക്കും. എന്നാൽ ഗുണാധിക്യമാണ് ഉള്ളത്. ഔദ്യോഗിക രംഗത്ത് നിന്ന് അംഗീകാരങ്ങളൊക്കെ ലഭിക്കുന്ന ദിവസമായിരിക്കും. എന്നാൽ അവധിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് നിരാശാവഹമായ ചില വാർത്തകൾ കേൾക്കേണ്ടതായി വന്നേക്കാം. സ്വസ്ഥമായ ജീവിതം അനുഭവിക്കുന്നവർക്ക് ചില അസ്വസ്ഥതകൾ ജീവിതത്തിൽ വന്ന് സംഭവിക്കുവാനും സാധ്യതയുണ്ട്. കുടുംബത്തിലുള്ളവർ തമ്മിൽ ചില കലഹങ്ങൾ വന്ന് ഭവിക്കുവാനും മാതാപിതാക്കളുമായി കലഹിക്കുവാനും ഒക്കെ സാധ്യതയുണ്ട്. ഗുരുത്വം എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട്.
ഗുരുത്വം എന്ന് പറയുന്നത് നമ്മുടെ സെൻറ്ററാണ്. നമുക്ക് എല്ലായ്പ്പോഴും ഗുരുത്വമുണ്ടെങ്കിൽ മാത്രമേ കാര്യങ്ങളെല്ലാം അനായാസേന മുൻപോട്ട് പോകൂ. ഗുരുത്വക്കേട് എന്ന് പറയുന്ന ആ അവസ്ഥ വളരെ മോശമാണ്. അതുകൊണ്ട് മുതിർന്നവരോട് സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴുമൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അടുത്തതായി നമുക്ക് ധനുക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം, പൂരാടം, ഉത്രാടം, കാല്. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമായിരിക്കും. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. ആന്തരികാവയവങ്ങൾക്ക് ചില കേടുപാടുകളുള്ളവർക്ക്, ഉദാഹരണത്തിന് ഫാറ്റി ലിവർ അല്ലെങ്കിൽ കുടലിലെ പുണ്ണ് ഒക്കെ ഉള്ളവർക്ക്, പൈൽസ് തുടങ്ങിയ അസുഖങ്ങളുള്ളവർക്കൊക്കെ അത് ഇന്ന് അധികരിക്കുവാൻ സാധ്യത കാണുന്നു. ഭക്ഷണ നിയന്ത്രണത്തിന് അത്യാവശ്യമായ നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. അനാവശ്യമായ ഭക്ഷണ നിയന്ത്രണമോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാതിരിക്കലാണ് ഉദ്ദേശിക്കുന്നത് ഒക്കെ നടത്തിക്കഴിഞ്ഞാൽ അതിൽ നിന്നുണ്ടാകുന്ന ചില തിക്താനുഭവങ്ങൾ മൂലം നമുക്ക് ബ്ലഡ് പ്രഷർ വേരിയേഷൻ ഉണ്ടാവുകയോ ഷുഗർ വേരിയേഷൻ ഉണ്ടാവുകയൊക്കെ ചെയ്ത് ആരോഗ്യത്തെ നന്നായി ബാധിക്കാൻ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. സുഹൃത്തുക്കളുമായി ഇടപെട്ട് വളരെ നല്ല കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കാനായിട്ട് സാധ്യതയുണ്ട്. നല്ല നല്ല മീറ്റിങ്ങുകൾ ഉണ്ടാവുകയും നല്ല തീരുമാനങ്ങൾ എടുക്കുവാനും സാധ്യതയുള്ള ദിവസമായിരിക്കും. സന്താനങ്ങളുടെ അഭിവൃദ്ധി ഓർത്ത് വളരെ സന്തോഷിക്കുവാനുള്ള ദിവസമായിരിക്കും ഇന്ന്. ശുഭകരമായ ഒരുപാട് പ്രവൃത്തികളിൽ ഏർപ്പെടുവാനും ശുഭകരമായ കാര്യങ്ങളിൽ നീക്കുപോക്കുകൾ ഉണ്ടാകാനുമൊക്കെ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും. അടുത്തതായി നമുക്ക് മകരക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ ആശ്വാസകരമായ ചില അനുഭവങ്ങൾ ഉണ്ടാകുന്ന ദിവസമാണെങ്കിലും ഉച്ചയ്ക്ക് ശേഷം ബന്ധുമിത്രാദികളിൽ ചിലരുടെ വേർപാടോ അല്ലെങ്കിൽ ബന്ധുമിത്രാദികളിൽ ചിലർക്ക് അസുഖങ്ങൾ വരികയോ ആശുപത്രി സന്ദർശനത്തിനോ ഒക്കെ സാധ്യതയുണ്ട്. നിലവിലുണ്ടായിരിക്കുന്ന അസുഖം, ശ്വാസകോശ സംബന്ധമായ അസുഖമൊക്കെ അധികരിക്കുവാനായിട്ടുള്ള സാധ്യതയും കാണുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. ചില തടസ്സങ്ങൾ നേരിടുവാൻ സാധ്യതയുണ്ട്. വിദേശത്ത് ജോലി ചെയ്യുന്ന ഉറ്റവരുമായി കലഹങ്ങൾ ഉണ്ടാവാനും സാധ്യതയുള്ളതാണ്. സംശയത്തിൻ്റെ നിഴലിൽ ജീവിക്കുന്നവർക്ക് വളരെയധികം അപകടകരമായ ചില അനുഭവങ്ങൾ ഉണ്ടാകുന്ന ദിവസമായിരിക്കും ഇന്ന്. എല്ലാവർക്കും ഈശ്വരാധീനം ഉണ്ടാകാനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക. അടുത്തതായി നമുക്ക് കുംഭക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരാണ് അവിട്ടത്തര, ചതയം, പൂരിട്ടാതി, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമാണെങ്കിലും ഗുണാധിക്യമാണ് കാണുന്നത്. സ്ഥിരമായി തൊഴിൽ ചെയ്യുന്നവർക്ക്, കോർപ്പറേറ്റ് സെക്ഷനുകളിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ ഇന്ന് ജോലിഭാരം അധികരിക്കുന്നതായിട്ട് കാണുന്നു. സാങ്കേതികമായ വിദ്യകൾ ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവർക്ക് ചില തടസ്സങ്ങൾ നേരിടാനായിട്ട് സാധ്യതയുണ്ട്. എന്നാൽ കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി കാണുന്നു. കലാകാരന്മാർക്ക് അംഗീകാരം ലഭിക്കുമെന്ന സൂചന ലഭിക്കുന്ന ദിവസമാണ്. വലിയ സ്ഥാനത്തിരിക്കുന്നവരെയും സഹായിക്കാൻ തയ്യാറുള്ള മനസ്ഥിതിയുള്ളവരെയൊക്കെ കണ്ടുമുട്ടാനുള്ള സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് മീനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പൂരുരുട്ടാതി, കാല, ഉത്രട്ടാതി, രേവതി. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം അനുകൂലമായ ചില അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. ശാരീരിക ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ടെങ്കിലും മറ്റ് ചില കാര്യങ്ങൾ കൊണ്ട് മനസ്സിന് സന്തോഷം ലഭിക്കുന്ന ദിവസമാണ്. പങ്കാളിയുടെ സഹകരണവും സ്നേഹവും മൂലം വളരെ ആശ്വാസം ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. അതേപോലെ കലഹം ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് ഇന്നുള്ളത് കൊണ്ട് കലഹപ്രിയരായ ആളുകൾ തീർച്ചയായും കലഹത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കേണ്ട ആവശ്യമുണ്ട്. വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട ദിവസമാണ് ഇന്ന്. ആവശ്യമില്ലാതെ സംഘം ചേരാനോ കൂട്ടുകെട്ടുകളിൽ ഏർപ്പെടാനോ ഒന്നും പോകാതിരിക്കുന്നത് വളരെ നന്നായിരിക്കും. അതേപോലെ ഭാവിയെക്കുറിച്ച് നല്ല ഒരാശയങ്ങൾ കെട്ടിപ്പടുക്കുവാനും ബന്ധുക്കളുമായി സംസാരിച്ച് തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനുമൊക്കെ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് വീണ്ടും നാളെ കാണാം. അതുവരെ എല്ലാവരെയും സർവേശ്വരൻ കാത്തുരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം പറയുന്നു.